പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, 10ാം ക്ലാസ്സും ITI യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്കായി ബോർഡർ റോഡ് ഓർഗനൈസേഷൻ BROയിലേക്ക് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. ഇതിൻ്റെ അപ്ലിക്കേഷൻ കൊടുക്കേണ്ട തീയതി ആരംഭിച്ചിരിക്കുന്നു. നോട്ടിഫിക്കേഷൻ ഡേറ്റ് 6 ഒക്ടോബർ 2025 ആരംഭിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ അപ്ലിക്കേഷൻ കൊടുക്കേണ്ട തീയതി 11 ഒക്ടോബർ 2025 സ്റ്റാർട്ടായി കഴിഞ്ഞിരിക്കുകയാണ്. ഇതിൻ്റെ ഓൺലൈനായിട്ടാണ് അപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് ഇൻഡിവിജ്വലായിട്ട് കൊടുക്കാം, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സെൻറ്റർ അല്ലെങ്കിൽ അക്ഷയ സെൻറ്റർ ത്രൂ നിങ്ങൾക്ക് അപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കുന്നതാണ്. 2025 നവംബർ 24 ഇതിൻ്റെ അപ്ലിക്കേഷൻ കൊടുക്കേണ്ട അവസാന തീയതിയാണ്. അതിന് മുന്നോടിയായിട്ട് എല്ലാവരും തന്നെ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലിക്കേഷൻ കൊടുക്കുക. അഡ്മിറ്റ് കാർഡ് ബിഫോർ എക്സാം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അത് നിങ്ങളുടെ മെയിൽ ത്രൂ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ തരുന്നതാണ്. എക്സാം ഡേറ്റ് ഇപ്പോൾ അനൗൺസ് ചെയ്തതില്ല. അത് ഏകദേശം ഡിസംബർ അല്ലെങ്കിൽ ജനുവരി മാസത്തിലാണ് ഇതിൻ്റെ നടക്കാൻ പോവുക. അതിന് മുന്നോടിയായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ, അതായത് നിങ്ങളുടെ മെയിൽ ത്രൂ നിങ്ങൾക്ക് ഇൻഫർമേഷൻ തരുന്നതാണ്. BROയിലേക്കുള്ള ഏജ് ലിമിറ്റ് വരുന്നത് 18നും 27നും ഇടയിലാണ് പ്രായപരിധി വരുന്നത്. അതായത് 24/11/2025 നിങ്ങൾക്ക് 18 വയസ്സ് കംപ്ലീറ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ അതായത് 27 വയസ്സ് കംപ്ലീറ്റ് ആവാനും പാടില്ല. അതായത് 28 വയസ്സ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ആവാൻ പാടില്ല എന്നർത്ഥം. അടുത്തായിട്ടാണ് ഇതിൻ്റെ അപ്ലിക്കേഷൻ ഫീ. അപ്ലിക്കേഷൻ ഫീ വരുന്നത് 50 രൂപയാണ്. ജനറൽ OBC കാറ്റഗറിയിലെ ഉദ്യോഗാർത്ഥികൾ മാത്രമാണ് അപ്ലിക്കേഷൻ ഫീ കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ SC ST കാറ്റഗറിയിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലിക്കേഷൻ ഫീ കൊടുക്കേണ്ട ആവശ്യകത ഇല്ല. ഇതിന് ടോട്ടൽ വേക്കൻസി എന്നുള്ളത് 542 പോസ്റ്റിലേക്കായിട്ടാണ് ഇപ്പോൾ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. 542 വേക്കൻസിയാണ് ഓൾ ഇന്ത്യ ലെവലിൽ BROയിലേക്ക് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു 542 വേക്കൻസിയിലേക്കാണ് നമ്മൾ കോമ്പറ്റ് ചെയ്യേണ്ടത് ഈ ഒരു പ്രായപരിധിക്ക് അനുസരിച്ചിട്ട്. അതായത് 18നും 27നും ഇടയിൽ പ്രായപരിധിയുള്ള ഓരോ ആൺകുട്ടികളും എത്രയും പെട്ടെന്ന് തന്നെ ഇതിൻ്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് തന്നെ അപ്ലിക്കേഷൻ ഫസ്റ്റ് തന്നെ നിങ്ങൾ അപ്ലിക്കേഷൻ കൊടുക്കുക. അതിനുശേഷം എക്സാം ഡേറ്റിന് അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം ഇതിൻ്റെ പ്രിപ്പറേഷൻ ചെയ്യുക എന്നുള്ളത് ഒരു മിഥ്യാധാരണ മാത്രമായിരിക്കും. കാരണം നല്ലൊരു എഫേർട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ജോലി നേടാൻ സാധിക്കുകയുള്ളൂ. ബോർഡർ റോഡ് ഓർഗനൈസേഷൻ ഇത് മാക്സിമം എന്നുള്ളത് ഹൈ ആൾട്ടിറ്റ്യൂഡ് ഏരിയയിലാണ് വരുന്നത്, ഹിൽ ഏരിയയിൽ. അതായത് നമ്മുടെ ഹൈ ആൾട്ടിറ്റ്യൂഡിലേക്ക് അല്ലെങ്കിൽ ഹിൽ ഏരിയയിലേക്ക് റോഡ് പ്രിപ്പറേഷൻ ആണ് ഇതിൻ്റെ മെയിൻ ഡ്യൂട്ടി. ഓൾ ഇന്ത്യ ബേസിൽ തന്നെയായിരിക്കും നിങ്ങൾക്ക് നിയമനം ലഭിക്കുന്നത്. 3 വർഷത്തിന് ശേഷം നിങ്ങൾക്ക് പോസ്റ്റിംഗ് ലഭിക്കുന്നതാണ്. ഹൈ ആൾട്ടിറ്റ്യൂഡ് അലവൻസ്, ഹിൽ ഏരിയ അലവൻസ്, ട്രാൻസ്പോർട്ട് അലവൻസ്, DA നല്ലൊരു പേയ്മെൻറ്റ് സ്കെയിൽ തന്നെയാണ് ഇതിൻ്റെ വരുന്നത്. കാരണം സ്റ്റാർട്ടിങ് സാലറി തന്നെ 40,000-ന് മേലെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നല്ല പ്രൊമോഷൻ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് സാലറിയും അതുപോലെ തന്നെ സർവീസിനനുസരിച്ചിട്ട് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് നിങ്ങൾക്ക് പ്രൊമോഷൻ ലഭിക്കുന്നതാണ്. നല്ലൊരു കാരണം 10ാം ക്ലാസ് അതുപോലെ തന്നെ ITI യോഗ്യതയുള്ള ആൺകുട്ടികൾക്കായിട്ട് നല്ലൊരു അവസരമാണ് ഈ BROയിലേക്ക് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇതിൻ്റെ വേക്കൻസി 542 വേക്കൻസിയാണ് ഉള്ളത്. ഈ 542 വേക്കൻസി അതിൻ്റെ ക്രൈറ്റീരിയക്ക് അനുസരിച്ചിട്ട് ഏതൊക്കെ കാറ്റഗറിയിലേക്കാണ് എന്നുള്ളത് നോക്കാം. 324 വേക്കൻസിയാണ് BRO വെഹിക്കിൾ മെക്കാനിക് വേക്കൻസി കൊടുത്തിരിക്കുന്നത്. അടുത്ത 13 വേക്കൻസിയാണ് പെയിന്റർ തസ്തികയിലേക്ക് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ BRO MSW DES വേക്കൻസി 205, 324, 13, 205 അങ്ങനെ 542 വേക്കൻസിയിലേക്കാണ് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ITI പ്ലസ് 10ാം ക്ലാസ് ഉദ്യോഗാർത്ഥികൾക്ക് നല്ലൊരു അവസരം തന്നെയാണ് ഇതിനെ ക്രാക്ക് ചെയ്യാൻ സാധിക്കുന്നത്. അടുത്ത നമ്മൾ ഇതിന്റെ പേ സ്കെയിൽ എങ്ങനെയാണ് നോക്കാം. പേ ലെവൽ 1 or 2 ഇതിലേക്കായിട്ടാണ് ഇതിന് നിങ്ങൾക്ക് പേ സിസ്റ്റം ലഭിക്കാൻ പോകുന്നത്. സ്റ്റാർട്ടിംഗ് സാലറി തന്നെ 18,000 തൊട്ട് 63,200 രൂപ വരെ ലഭിക്കാവുന്ന ഒരു സാലറി പാക്കേജ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഈ 18,000 എന്നുള്ളത് നിങ്ങൾക്ക് സ്റ്റാർട്ടിംഗ് സാലറി എന്നുള്ളതിലല്ല, അതിൻ്റെ കൂടെ അലവൻസ് ഇതൊക്കെ കൂട്ടുകയാണെങ്കിൽ ഏകദേശം 40,000-ന് അടുപ്പിച്ചിട്ട് തന്നെയായിരിക്കും സ്റ്റാർട്ടിംഗ് സാലറി തന്നെ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. പ്ലസ് അതിൻ്റെ അഡീഷണൽ ആയിട്ട് അലവൻസ് ഓരോ ഏരിയക്ക് അനുസരിച്ചിട്ട് അലവൻസും കൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അടുത്തതായിട്ട് ഇതിന്റെ സെലക്ഷൻ പ്രൊസീജിയർ എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ഇതിന്റെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ആയിരിക്കും. ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ആണ് ആദ്യം തന്നെ നടക്കാൻ പോകുന്നത്. രണ്ടാമത് ട്രേഡ് ടെസ്റ്റ്, അതുപോലെ തന്നെ സ്കിൽ ടെസ്റ്റ്. ട്രേഡ് ടെസ്റ്റ് നിങ്ങൾ ഏത് പർട്ടിക്കുലർ ട്രേഡിലേക്കാണോ അപ്ലിക്കേഷൻ കൊടുക്കുന്നത് അതിന്റെ അനുസരിച്ചിട്ടുള്ള ട്രേഡ് ടെസ്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് എക്സാമിനേഷനകത്ത് ചോദിക്കുന്നത്. മൂന്നാമതാണ് അതിന്റെ റിട്ടേൺ എക്സാമിനേഷൻ. റിട്ടേൺ എക്സാമിനേഷനകത്ത് സിലബസിനനുസരിച്ചിട്ടായിരിക്കും ഇതിന്റെ 4 സിലബസിലായിട്ടായിരിക്കും നിങ്ങൾക്ക് ഇതിന്റെ റിട്ടേൺ എക്സാം നടക്കാൻ പോകുന്നത്. മാത്തമാറ്റിക്സ്, ഇംഗ്ലീഷ്, GK GS, അതുപോലെ തന്നെ റീസണിങ്. ഇങ്ങനെ 4 വിഷയങ്ങളിലായിട്ടായിരിക്കും നിങ്ങൾക്ക് ഇതിന്റെ റിട്ടേൺ എക്സാമിനേഷൻ നടക്കാൻ പോകുന്നത്. അടുത്ത പ്രൊസീജിയറാണ് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ. അതായത് റിട്ടേൺ എക്സാമിനേഷനും അതുപോലെ തന്നെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിലും പാസ്സാവുന്ന ഉദ്യോഗാർത്ഥികളെ അടുത്ത ഡോക്യുമെന്റ് വെരിഫിക്കേഷനായിട്ട് അവർ വിളിക്കുന്നതാണ്. നിങ്ങൾക്കത്
നോട്ടിഫിക്കേഷൻ, അതായത് നിങ്ങളുടെ മെയിൽ ത്രൂ നിങ്ങൾക്ക് അതിൻ്റെ അപ്ഡേഷൻ തരുന്നതായിരിക്കും. ലാസ്റ്റ് പ്രൊസീജിയറാണ് ഇതിൻ്റെ മെഡിക്കൽ എക്സാമിനേഷനകത്ത് വരുന്നത്. അത് BROയുടെ റൂൾസിനനുസരിച്ചിട്ടുള്ള മെഡിക്കൽ ടെസ്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് നടക്കാൻ പോകുന്നത്. ഈ ഇത്രയും 1, 2, 3, 4, 5 ഈ 5 കാറ്റഗറിയിലുള്ള ഓരോ എക്സാമിനേഷനും നിങ്ങൾ ക്ലിയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് പോസ്റ്റിംഗ് ലഭിക്കുന്നതാണ്. ടീമെ നല്ലൊരു അവസരം തന്നെയാണ് ഈ ഒരു BROയിലേക്ക് 10ാം ക്ലാസ്സും അതുപോലെ തന്നെ ITI യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ ഇപ്പോൾ വന്നിരിക്കുന്നത്. 24 നവംബറാണ് അപ്ലിക്കേഷൻ കൊടുക്കേണ്ട അവസാന തീയതി. നിങ്ങൾ അവസാന തീയതി വെയിറ്റ് ചെയ്യാതെ ഇന്ന് തന്നെ അപ്ലിക്കേഷൻ കൊടുക്കുക. അതുപോലെ തന്നെ എത്രയും പെട്ടെന്ന് തന്നെ ഇതിൻ്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾ ഇതിൽ ട്രേഡ് പറഞ്ഞിട്ടുണ്ട്, ആ ട്രേഡിനനുസരിച്ച് നിങ്ങൾ ITIയിൽ ഈ ഒരു ട്രേഡ് റിലേറ്റഡ് ആയിട്ട് പഠിച്ചൊരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലിക്കേഷൻ കൊടുക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ പരമാവധി കേരളത്തിലെ എല്ലാ 10ാം ക്ലാസ് അതുപോലെ തന്നെ ITI യോഗ്യതയുള്ള ഓരോ ഉദ്യോഗാർത്ഥികളിലേക്കും പരമാവധി ഷെയർ ചെയ്യുക. ജയ് ഹിന്ദ്.